റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന ഈ പ്രസ്ഥാനക്കാർ, അവര് അമ്പിയാക്കൾ ജീർണിച്ച മൃതശരീരമെന്നും അതുപോലെ ശവകുടീരമെന്നും പറഞ്ഞ് നിസ്സാരപ്പെടുത്തിയ കൂട്ടത്തില് മുജാഹിദിന്റെ പ്രസിഡന്റ് ഡോക്ടർ എം ഉസ്മാൻ അയാൾ പറയുന്നു, കേട്ടോളെ, നമ്മളല്ല ഇസ്ലാം എന്ന് പുറത്താണ്. എന്താ കാരണം? നമ്മൾ വിശ്വസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യ പ്രകൃതിയല്ല. അല്ലാഹുവിന്റെ റസൂലിന് നമ്മൾ കേൾക്കാത്തത് കേൾക്കാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീലിന്റെ ശബ്ദം കേൾക്കാനുള്ള പ്രകൃതിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടാനുള്ള പ്രകൃതിയുണ്ട്. അങ്ങനെ നമ്മളെ കാഴ്ചയല്ല, നമ്മളെ കേൾവിയല്ല, നമ്മളെ അറിവല്ല, നമ്മളെ പ്രകൃതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് അത് കസ്തൂരിയേക്കാളുള്ള സുഗന്ധമാണ്, രോഗത്തിന് ശമനമാണ്. അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല മണമാണ്. നമ്മളെ പ്രകൃതിയല്ല, മനുഷ്യനാണ്, പക്ഷേ നമ്മളെ പോലെയുള്ള പ്രകൃതിയല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, ഇന്നി ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇമാം ബുഖാരി വേറൊരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. വേറൊരു റിപ്പോർട്ട്, ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളുടെ രൂപത്തിലല്ല. അല്ലാഹുവിന്റെ റസൂൽ വ്യത്യസ്തമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി അടക്കമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് മുജാഹിദിന്റെ ശബാബി ഇപ്പോഴൊന്നും എഴുതിയതല്ല. ഡോക്ടർ ഉസ്മാൻ, നമ്മളെ മൗലവിന്റെ ഭാഷയെ പറഞ്ഞാൽ അയാൾ നാട്ടിൽ പോയിട്ട് കാലം കുറയായില്ലേ, അയാളുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ ശബാബിൽ അയാൾ എഴുതിയാണ്, നിങ്ങളെ വാരികയിൽ എഴുതിയാണ്, കേട്ടോളൂ. പ്രവാചകന്മാരെ പറ്റി അങ്ങനെയാ വിശ്വസിക്കേണ്ടത്, മറിച്ചുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസമാകയില്ല. പ്രവാചകന്മാർ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ള മനുഷ്യരായിരുന്നു എന്ന് പറയുന്നവരല്ല ഇസ്ലാമിന് പുറത്തു പോവുക. നേരെ മറിച്ചാണ് സംഗതിയുടെ കിടപ്പ്. മന്ത് മറ്റേ കാലിലാണെന്ന് പാതിരാ പ്രസംഗം നടത്തി മുജാഹിദുകളെ മുസ്തദാക്കാൻ പാടുപെടുന്ന അരിമുല്ലല്ലാമമാർ മനസ്സിലാക്കുന്നത് അവർക്ക് നന്ന്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണ മനുഷ്യ പ്രകൃതിയാണെന്ന് പറയാത്തവർ ഇസ്ലാമിന് പുറത്ത്. അപ്പൊ ഇമാം ബുഖാരിയും സഹാബത്തും ഇസ്ലാമിന് പുറത്ത്. കാരണം അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധം, ഡോക്ടർ ഉസ്മാന്റെ സുഗന്ധം